കോഴിക്കോട് മലയോര മേഖലയിലൊക്കെ ഉൾപ്പെടെ കനത്ത മഴയാണ് തുടർന്ന് നഗരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മഴയ്ക്ക് ശമനമില്ലാത്തതിനാൽ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിന് പ്രധാന അധ്യാപകൻ അവധി നൽകിയിരിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിന് 9ാം വളവിന് താഴെയുള്ള അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റാനുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. അഖില CP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, കോഴിക്കോടും അതോടൊപ്പം വടക്കൻ കേരളം എല്ലാം തന്നെ മഴയുടെ കനത്ത ഭീഷണിയിലാണ്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരം വീണുണ്ടാകുന്ന അപകടങ്ങൾ, റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന പോലെയുള്ള മഴക്കെടുതികളെല്ലാം തന്നെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള മഴയിൽ മഴക്കെടുതികൾ എന്തൊക്കെയാണ്? മാർഷൽ, ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് നല്ല മഴയാണ്. കോഴിക്കോട് മലയോര മേഖലയിലും നഗരമേഖലയിലും കൃത്യമായ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലാണ് മഴ പെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയാണ് കോഴിക്കോട് സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. മലയോര മേഖല താമരശ്ശേരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരം വീഴാനിടയുള്ള സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. അവിടെ മരം മുറിച്ചു മാറ്റുന്ന നടപടി തുടങ്ങുകയാണ്. അതായത് 9ാം വളവിന് താമരശ്ശേരി 9ാം വളവിന് സമീപത്ത് ഭീഷണിയായ മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട് നിന്ന് കോഴിക്കോടേക്കും കോഴിക്കോട് നിന്ന് വയനാടേക്കും താമരശ്ശേരി ചുരം വഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കുറ്റ്യാടി ചുരവും നാടുകാണി ചുരവും വഴി വയനാട് എത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ രാവിലെ ഉണ്ടായിരുന്നു. വിലങ്ങാടേക്ക് വരികയാണെങ്കിൽ ഇന്ന് കൃത്യമായ മുന്നറിയിപ്പില്ല. നമുക്കറിയാം യെല്ലോ അലേർട്ടാണ്. പക്ഷേ കനത്ത മഴ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് അവിടുത്തെ പ്രധാന അധ്യാപകൻ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വിലങ്ങാട് മറ്റൊരാശങ്ക വായാട് ഉന്നതിയാണ്. വായാട് ഉന്നതിയിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പാലം അപകട ഭീഷണിയിലായതിനെ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വായാട് ഉന്നതി ഒറ്റപ്പെട്ടിരുന്നു. ഏകദേശം 72ഓളം കുടുംബങ്ങളാണ് വായാട് ഉന്നതിയിലുള്ളത്. അതുകൊണ്ട് വിലങ്ങാടും വലിയ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് തീരപ്രദേശമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ രൂക്ഷമായ കടലേറ്റമുണ്ടായിരുന്നു. ആ കടലേറ്റത്തിൽ ഈ പറഞ്ഞതുപോലെ ആ സമീപത്ത് കടലിനടുത്തുണ്ടായിരുന്ന തട്ടുകടകളെല്ലാം ഒഴിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ഒരു ചെറിയ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോഴേക്കും, വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടുമ്പോഴേക്കും അവിടെ കാഴ്ചക്കാരായി എത്തുന്ന ജനങ്ങളാണ് മറ്റൊരു വെല്ലുവിളി. കളക്ടറുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അവരതൊന്നും പാലിക്കുന്നില്ല. വലിയ ദുരിതമുണ്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ വേണ്ടത്ര രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ സഹായങ്ങളോ ഒക്കെ കിട്ടിയില്ല എന്നൊക്കെ പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മേഖലയിലൊക്കെ എന്താണ് സ്ഥിതി? ആളുകൾ മാറി താമസിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്കൂളിന് അവധി നൽകിയിരിക്കുന്നത് ചുറ്റുപാടും കനത്ത മഴയുമാണോ ഇപ്പോഴും? അതായത് മാറി താമസിക്കാനുള്ള ഒരു നിർദ്ദേശമൊന്നും വിലങ്ങാട് കിട്ടിയിട്ടില്ല. പക്ഷെ അവിടെ കനത്ത മഴ തുടരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പാലം ഇടിയുന്നു. പാലത്തിന്റെ സമീപത്തുള്ള അപ്രോച്ച് റോഡെല്ലാം തകരുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. നമുക്കറിയാം, ഒരു 2-3 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും വലിയൊരു അപകട ഭീഷണി ഉണ്ടാകുന്ന മേഖലയാണ് വിലങ്ങാട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റിപ്പാർപ്പി, അതായത് കഴിഞ്ഞ ഈ മെയ് മാസത്തിലുണ്ടായ മഴയിലൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച മുതലുണ്ടായ മഴയിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശമൊന്നും കളക്ടറോ ജില്ലാ ഭരണകൂടമോ നൽകിയിട്ടില്ല. പക്ഷെ അവിടെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വായാട് ഉന്നതി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏകദേശം 72 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വിലങ്ങാട് മാത്രമല്ല, നാദാപുരം, ബാലുശ്ശേരി, താമരശ്ശേരി, മുക്കം എന്നീ മലയോര മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. അവിടെയും നമുക്ക് കാണാം വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ മിക്ക ഈ പറയുന്ന പ്രധാന റോഡുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. കോഴിക്കോട് മാനാഞ്ചിറ അവസ്ഥ നമ്മൾ എന്നും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ഈ വെള്ളക്കെട്ടും വാഹനങ്ങൾക്ക്. ഇപ്പോൾ ഈ പ്രധാന പ്രതിസന്ധി നേരിടുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. കാരണം അവർക്ക് ഈ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലൂടെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇതിപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിലാണുള്ളത്. അവിടെയും വലിയ രീതിയിലുള്ള നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് തുടരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ വൻ ഭീഷണിയായിട്ട് മരമിടിച്ചിലുൾപ്പെടെയുള്ള ഭീഷണി, മണ്ണിടിച്ചിലും മരമിടിലും ഉണ്ടാകുന്നു.